ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നില്ലേ? അൽഹംദുലില്ലാ, ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ തന്നെ പോണു കേട്ടോ. രാത്രിത്തെ എൻ്റെ സ്ഥിരം വിസിറ്റർ ഹാജർ വെച്ചിട്ടുണ്ട്. കിച്ചൺ ക്ലോസിങ് ടൈം ആകുമ്പോഴേക്കും എല്ലാ തിരക്കും മാറ്റി പുള്ളി ഇങ്ങോട്ട് എത്തും കേട്ടോ. ആളുടെ വിഹിതം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആള് ഹാപ്പി. അപ്പോൾ ഇന്ന് എന്തായാലും രാത്രിയിലെ എൻ്റെ കിച്ചൺ ക്ലീനിങ് ആണ് കേട്ടോ. ഒരു ദിവസം മുഴുവൻ ഓടി നടന്നതിന് ശേഷം ഈ കിച്ചണിൻ്റെ അവസ്ഥ കണ്ടാൽ തന്നെ ഉണ്ടല്ലോ ക്ഷീണം തോന്നും. ഇന്നിപ്പോൾ തമ്മിൽ ഭേദം തൊമ്മെന്ന പോലെ കുറച്ച് പണിയുള്ളൂ, അത്ര തന്നെ സമാധാനം. പുറത്ത് നല്ല മഴയും തണുപ്പുമാണ് കേട്ടോ. ഒപ്പം ഒരു ലോഡ് പാത്രം കഴുകാനും ഉണ്ട്. എനിക്ക് പണികളിൽ തീരെ ഇഷ്ടമല്ലാത്ത ഒരു പണിയാണ് കേട്ടോ ഈ പാത്രം കഴുകലെന്ന് പറയണത്. എത്ര ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ, നമ്മൾ തന്നെ ഈ പാത്രങ്ങളെല്ലാം കഴുകി വെക്കണം. അപ്പോൾ ഇഷ്ടക്കേടൊക്കെ മനസ്സിൽ വെച്ച് ഒരു പ്രകാരം എല്ലാ പാത്രങ്ങളും ഒന്ന് പറക്കി കൂട്ടി സിങ്കിലേക്ക് ആക്കണം കേട്ടോ. എത്ര വയ്യെങ്കിലും നാളത്തേക്ക് മാറ്റിവെക്കാതെ ഇന്ന് തന്നെ ഈ ഒരു അംഗം തുടങ്ങാന്ന് മനസ്സിൽ ഉറപ്പിച്ച സ്ഥിതിക്ക് ഒരു ചൂട് കട്ടനൊക്കെ ഇട്ട് കുടിച്ച് ആസ്വദിച്ച് തന്നെ പണി തുടങ്ങാന്നാണ് കേട്ടോ എൻ്റെ മനസ്സിൽ. സത്യം പറഞ്ഞ ചൂട് കട്ടനിടാൻ പോയിട്ട് എഴുന്നേറ്റ് നിൽക്കാനുള്ള ആവത് പോലും ഇല്ലാതെയാണ് ഞാൻ ഈ പണിക്കൊക്കെ നിൽക്കണേ. ഇനി നാളത്തേക്ക് മാറ്റി വെച്ചാലും ഞാൻ തന്നെ ചെയ്യണമല്ലോ എന്നുള്ള ഒരൊറ്റ ചിന്തയുടെ പുറത്താണ് കേട്ടോ ഇന്ന് തന്നെ ഞാൻ ഈ പണിക്കൊക്കെ നിൽക്കണേ. അപ്പോൾ കട്ടനൊക്കെ കുടിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊരു എനർജിയൊക്കെ വരുമല്ലോ. ആ എനർജി തീരണേന് മുമ്പ് വേഗം പണികളൊന്ന് തീർത്തിട്ട് പോയി കിടന്നുറങ്ങണം. അതേ ഉള്ളൂ കേട്ടോ മനസ്സിലൊരാഗ്രഹം. മക്കൾസ് വേറെ പ്രശ്നമായിട്ട് വന്നില്ലെങ്കിൽ ഞാൻ ഈ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നടക്കും. അവരിതിനിടയ്ക്ക് എന്തെങ്കിലും പ്രോബ്ലം ആയിട്ട് വന്നാൽ എല്ലാം എൻ്റെ കയ്യിൽ നിന്ന് പോകും. അതൊന്നും ഉണ്ടാവില്ല എന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞാൻ തുടങ്ങുവാണേ. അങ്ങനെ ദേ കട്ടനൊക്കെ റെഡിയാക്കി ഒന്ന് ഊറ്റി വെച്ചിട്ട് ഞാൻ ദേ എൻ്റെ പണിക്കായിട്ട് നിന്നു കേട്ടോ. പാത്രമൊക്കെ കഴുകി വരുമ്പോഴേക്കും ഏകദേശം കട്ടനൊക്കെ ഒന്ന് കുടിക്കാൻ പാകത്തിന് ചൂടായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ സ്വസ്ഥമായിരുന്ന് ആസ്വദിച്ച് കുടിക്കാനാണ് എൻ്റെ പ്ലാൻ. അങ്ങനെ ദേ പാത്രം കഴുകലിനായിട്ട് നിന്നിട്ടുണ്ടേ. അപ്പോൾ മുടക്കില്ലാതെ എല്ലാ മാസവും നമ്മൾ അന്വേഷിച്ച് വരുന്ന ഒരു വിരുന്നുകാരനെ കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റൂലല്ലോ അല്ലേ. നമ്മുടെ പണികൾക്ക് നമ്മൾ തന്നെ നിൽക്കണം. നമുക്ക് ആഗ്രഹം ഉണ്ടാകും പിന്നെ ആകാം, അല്ലെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടാകില്ല, ആ വിരുന്നുകാരനെ കുറച്ച് നേരത്തേക്ക് കണ്ണടച്ച് മാറ്റി നിർത്താന്നൊക്കെ. എവിടെ നമ്മൾ ആഗ്രഹിച്ചാലും നമ്മുടെ ശരീരം അതിനൊപ്പം നിൽക്കണ്ടേ. അതുകൊണ്ട് തന്നെ കുറച്ച് ചൂടൊക്കെ ഒന്നങ്ങ് ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ചെറിയ ആശ്വാസം കിട്ടും. അതാണ് കേട്ടോ. സാധാരണ ഞാൻ ഉലുവ വെള്ളമാണ് തിളപ്പിച്ച് കുടിക്കണേ. ഇന്നിപ്പോൾ ഉലുവ കുടിക്കാനായിട്ട് ഒരു മൂഡില്ലാത്തതുകൊണ്ടാണ് ചായയിൽ ഒതുക്കിയത്. പൊതുവെ ഞാൻ ഭയങ്കര ഒരു ചായ ഫാനാണ് കേട്ടോ. എന്നെ എല്ലാവരും ഒച്ചയെടുക്കണതും ഈ ചായ കുടിക്കണ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അത് കൊള്ളില്ല, കുടിക്കണ അത്ര നല്ലതല്ല എന്നൊക്കെ പറഞ്ഞാലും എനിക്ക് ഒരു എനർജി ബൂസ്റ്റർ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ആ ചായ കുടിക്കുമ്പോൾ കിട്ടണ ഒരു ആശ്വാസം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. എത്രയൊക്കെ കൊള്ളില്ല എന്ന് വെച്ചാലും അത് മധുരം ഇട്ട് തന്നെ ചായ കുടിക്കണേ, മസ്റ്റാണ്. ഞാൻ എൻ്റെ ലൈഫിൽ മധുരം ഇടാണ്ട് ഒരു ഗ്ലാസ് ചായയെങ്കിലും കുടിച്ചിട്ടുള്ളത് എൻ്റെ പ്രഗ്നൻസിയുടെ ടൈമിലാണ് കേട്ടോ. എത്രയൊക്കെ ചായ ഇഷ്ടമാണെങ്കിലും എൻ്റെ 3 പ്രഗ്നൻസി ടൈമിലും ഞാൻ ഭയങ്കര ചായ വിരോധിയായിരുന്നു കേട്ടോ. എനിക്ക് ചായ കണ്ടാൽ തന്നെ വൊമിറ്റിങ് വരും. അതിൻ്റെ ഒപ്പം മധുരയിട്ട ചായ ആണെങ്കിൽ പറയുകയും വേണ്ട കേട്ടോ. അപ്പോൾ രാവിലെ ഈ ചായ കുടിച്ച് ശീലമുള്ളതുകൊണ്ട് എത്ര ഛർദ്ദിച്ചാലും ഒരു ഗ്ലാസ് എങ്കിലും ചായ കുടിച്ചില്ലെങ്കിൽ തലവേദന തുടങ്ങും കേട്ടോ. അപ്പോൾ പിന്നെ ചായ കുടിക്കാതെ രക്ഷയില്ല, കുടിച്ചാൽ വൊമിറ്റ് ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണ് ഞാൻ മധുരം ഇടാണ്ടുള്ള ചായയിലേക്ക് കടന്നു കേട്ടോ. എന്തെല്ലാം കഷ്ടപ്പാടുകളാണല്ലേ ഒരു പ്രഗ്നൻസി എനിക്ക് തന്നതെന്ന് ആലോചിക്കുമ്പോൾ തന്നെ ഇപ്പം തല പെരുക്കുന്നു കേട്ടോ. അങ്ങനെ ദേ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ പാത്രം കഴുകൽ തകൃതിയായിട്ട് നടന്നു പോകണുണ്ടേ. അപ്പോൾ എത്രയൊക്കെ വയ്യെങ്കിലും ഇത് നാളേക്കൊന്ന് മാറ്റി വയ്ക്കാമെന്ന് ഞാൻ വിചാരിക്കാത്തത് എന്താണെന്നറിയോ? ഈ വയ്യായിക എങ്ങനെയൊക്കെ പറഞ്ഞാലും 2 ദിവസം നമ്മളെ ചുറ്റിപ്പറ്റി അങ്ങനെ കൂടെ തന്നെ കാണും കേട്ടോ. ഇന്നിപ്പോൾ ഇത് ചെയ്യാതെ മാറ്റി വെച്ചാലും രാവിലെ ഈ പണികളൊക്കെ നമ്മൾ തന്നെ ചെയ്യണ്ടേ. രാത്രി കിടന്നാലൊട്ട് സമാധാനവും കിട്ടൂല. അപ്പോൾ ഇപ്പോൾ കുറച്ച് കഷ്ടപ്പെട്ടാലും ഇതങ്ങ് തീർത്തിട്ട 2 ഗുണമുണ്ട്. ഒന്ന്, രാത്രി സുഖമായിട്ട് ഉറങ്ങാം, വേറെ ടെൻഷൻ ഒന്നും വേണ്ട. രാവിലെ കിച്ചണിൻ്റെ ഡ്യൂട്ടി തുടങ്ങുമ്പോൾ പോസിറ്റീവായിട്ട് തന്നെ തുടങ്ങുകയും ചെയ്യാം. നമ്മളെ ഫസ്റ്റ് കണി എപ്പോഴും കിച്ചണാണല്ലോ അല്ലേ. ആദ്യം നമ്മൾ വന്നത് കിച്ചണിലേക്കല്ലേ. അപ്പോൾ അത് വൃത്തികേടായിട്ട് കിടന്നാലോ രാവിലെ തന്നെ നമ്മുടെ മൂടും പോകും. അപ്പോൾ അത് വൃത്തിയാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രത്യേക ഉത്സാഹമായിരിക്കുമല്ലോ കിച്ചണിലേക്ക് വരാൻ. എപ്പോൾ ആയാലും ഇപ്പോഴായാലും രാവിലെ ആയാലും നമ്മുടെ പണി നമ്മൾ തന്നെ തീർക്കണം. അപ്പോൾ പിന്നെ നൈറ്റ് അതങ്ങ് തീർത്ത് കിടക്കാല്ലേ, അതായിരിക്കുമല്ലോ എപ്പോഴും നല്ലത്.
ഇനി എന്തായാലും സ്വസ്ഥമായിട്ട് ചായ ആസ്വദിച്ച് കുടിച്ച് റെസ്റ്റൊക്കെ ചെയ്ത് പണികൾ തീർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ചായയൊക്കെ ആദ്യമേ ഇട്ട് വെച്ചതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതേ പാത്രമൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ചായയൊക്കെ ചൂടാറി സെറ്റായിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇരുന്ന് റെസ്റ്റ് ചെയ്ത് ആസ്വദിച്ച് ചായയൊക്കെ ഒന്ന് കുടിക്കാനെന്നാണ് കേട്ടോ എൻ്റെ പ്ലാൻ. അപ്പോൾ മക്കൾസ് ഉറങ്ങിയിട്ടില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ഒരാളെ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുവാണേ, ഒരാൾ അവിടെ പതുക്കെ ചിണുങ്ങി ഇങ്ങോട്ടേക്ക് വന്നും പോയൊക്കെ ഇരിക്കുന്നുണ്ട്. ഞാൻ 1-2 വട്ടം എടുത്തുകൊണ്ടുപോയി ഇക്കാനെ തന്നെ ഏൽപ്പിച്ച് നോക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി എങ്ങനെയാണെന്നൊന്നും അറിയില്ല. ഞാൻ സമാധാനമായിട്ട് എന്തെങ്കിലും കഴിക്കാനോ കുടിക്കാനോ ഇരുന്ന് കഴിഞ്ഞാൽ അപ്പം തന്നെ ആളിവിടെ ഹാജർ വയ്ക്കാറുണ്ട്. അതാണ് കേട്ടോ പതിവ്. ഇപ്പോൾ കുഞ്ഞുമക്കൾ വന്നേ പിന്നീട് സ്വസ്ഥമായിട്ട് ഇരുന്ന് ചായ കുടിച്ചതോ ചോറ് തിന്നതൊന്നും എൻ്റെ ഓർമ്മയിൽ പോലും ഇല്ല കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഇടവും വലവും അവർ കാണുമേ. പകുതിയൊക്കെ വെച്ച് നിർത്തി എഴുന്നേറ്റ് പോവലാണ് മിക്കപ്പോഴും പതിവ് കേട്ടോ. ഇടയ്ക്കൊക്കെ കഴിക്കാതെ ഇരിക്കാറുണ്ട് കേട്ടോ. സമ്മതിക്കാറില്ല. അവർ ചിലപ്പോൾ കഴിച്ചു തുടങ്ങുമ്പോഴത്തേനും 2 പേരുള്ളതുകൊണ്ട് തന്നെ വാശിയെടുത്ത് കരഞ്ഞു തുടങ്ങുമ്പോൾ പിന്നെ നമ്മുടെ കയ്യിൽ നിൽക്കില്ല കേട്ടോ, കയ്യിൽ നിന്ന് പോണ അവസ്ഥയാവും. എന്തായാലും ചായ കുടിക്കാനായപ്പോഴത്തേനും എൻ്റെ കുട്ടി ഹെൽപ്പർ ഹാജർ വെച്ചിട്ടുണ്ട് കേട്ടോ. സോപ്പിട്ടൊക്കെ കുറേ നേരം നോക്കിട്ടോ, ആളതിൽ വീഴണ ലക്ഷണമൊന്നും കാണുന്നില്ലേ. അപ്പം പിന്നെ നമ്മൾ ആയുധം വെച്ച് കീഴടങ്ങാം, അല്ലെങ്കിൽ അതങ്ങനെയായിട്ട് വരുള്ളൂ. അപ്പോൾ ഒരാളെ ഡീൽ ചെയ്തുകൊണ്ടിരിക്കേണ്ട അവിടെ നിന്ന് കുഞ്ഞുപെണ്ണ് ചാടി പോന്നേക്കണെയാണ് കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും എൻ്റെ സോപ്പിംഗ് ഒന്നും അവക്കിടെ അടുത്തേക്കില്ല. അവള് ആദ്യമൊക്കെ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വരുമ്പോൾ വാശിയെടുത്ത് ഇങ്ങനെ കരയൂട്ടോ. അപ്പോൾ നമുക്ക് ദേഷ്യം വരും, സങ്കടം വരും. നമ്മുടെ പണികളൊക്കെ ഇങ്ങനെ കിടന്നാലും വേറെ രക്ഷയില്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ എടുത്ത് കൊഞ്ചിക്കുമല്ലോ. ഇപ്പോൾ കുറച്ചുകൂടെ അറിവ് വെച്ചപ്പോൾ അവർക്കറിയാം കേട്ടോ, വാശിയെടുത്ത് കരഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അധികം മൈൻഡ് ചെയ്യില്ലാന്ന്. ഇപ്പോൾ അവരുടെ അടവ് എന്നാണെന്നറിയോ, വാശിയെടുത്ത് കരച്ചിലൊക്കെ നിർത്തിയിട്ട് ഇതുപോലെ സോപ്പിംഗ് ആണ് കേട്ടോ. നമ്മളെ അങ്ങ് വീഴ്ത്തണ ചിരിയും ഒരു ഉമ്മ തരലും ഒന്ന് നമ്മളെ പൊന്നാരിക്കലും അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് മുഖത്ത് നോക്കി വഴക്ക് പറയാനും തോന്നില്ല. ആ ഒരു അടവ് അവരും പഠിച്ചു കേട്ടോ. എന്തൊക്കെയാണല്ലേ ഇന്നത്തെ മക്കളുടെ അടുത്ത് എങ്ങനെയൊക്കെയാണെങ്കിലും നേടിപ്പോവില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഇക്കാടെ അടുത്തേക്ക് കൊണ്ടുപോയി കൊടുക്കുന്നുള്ള ഒരു ചിന്ത വന്നതുകൊണ്ടാന്ന് തോന്നുന്നു വേഗം ആൾ ഉറങ്ങാനാന്നുള്ള രീതിയിൽ എൻ്റെ തോളിലേട്ട് കിടന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഉറപ്പുള്ള കാര്യം അവൾ ഇപ്പോഴൊന്നും ഉറങ്ങില്ലാന്ന്. പിന്നെ ആൾ കിടന്നു കഴിഞ്ഞപ്പോൾ എന്നാൽ കുറച്ച് നേരം ഒന്ന് തട്ടി ഉറക്കി നോക്കാം. അപ്പോൾ പതുക്കെ അങ്ങനെ കിടക്കുവാണെങ്കിൽ നേരെ കൊണ്ടുപോയി വാപ്പയുടെ അതിലേക്ക് ഏൽപ്പിച്ചിട്ട് എനിക്ക് എൻ്റെ പണികൾ തീർക്കാന്നുള്ള പ്ലാനിൽ ഇരുന്നതാണ് കേട്ടോ ഞാൻ. അപ്പോൾ ഒന്ന് കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞപ്പോഴും ആള് പിന്നെ കരച്ചിലും ഒക്കെ ആയി. ഇനി ഏതായാലും ആളെ കൂടുതൽ കരയിക്കണ്ടല്ലോ എന്നോർത്ത് ആസ്വദിച്ച് കുടിക്കാനായിട്ട് മാറ്റി വെച്ച ചായയൊക്കെ ഒറ്റ വലിക്ക് കുടിച്ച് തീർത്തിട്ട് ഞാൻ എൻ്റെ അടുത്ത ഡ്യൂട്ടിക്കായിട്ട് നിന്നു കേട്ടോ. ഇതിനിടയ്ക്ക് വീണ്ടും ഞാനൊന്ന് കൊണ്ടുപോയി ഏൽപ്പിച്ച് നോക്കിയതേ ആള് പോയതിനേക്കാൾ സ്പീഡിൽ തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ. അവരുറങ്ങിയിട്ട് ഇത് ചെയ്ത് തീർക്കാന്ന് വെച്ചാലോ നട്ടപ്പാതിരിയാണ് കേട്ടോ അവരുടെ കണക്ക്. ഇന്നത്തെ സിറ്റുവേഷന് എന്തായാലും അതുപോലെ രാത്രി വരെ വെയിറ്റ് ചെയ്തിരുന്ന് വൃത്തിയാക്കാനെന്നുള്ള ശാരീരിക സ്ഥിതി അല്ല കേട്ടോ എനിക്ക്. അപ്പോൾ എന്തായാലും പെണ്ണിനെയും കൊണ്ട് വേഗം ക്ലീനിങ് തീർത്തിട്ട് പോയി കിടന്ന് ഉറങ്ങാന്നുള്ള ഒരു പ്ലാനിങ്ങിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ട് കേട്ടോ. അല്ലാതെ വേറെ രക്ഷയില്ല, നമ്മുടെ മുന്നിൽ വേറെ വഴികളൊന്നും ഇല്ല. അപ്പോൾ വഴികളെല്ലാം അടയുമ്പോൾ ഉള്ള ഒരു വഴി നമ്മളങ്ങ് തിരഞ്ഞെടുക്കുമെന്ന് പറഞ്ഞ പോലെയാണ് എൻ്റെ അവസ്ഥ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങളുടെ കുഞ്ഞുമണീസും ഇതുപോലെയൊക്കെ പണി തരാൻ മുന്നിലുള്ളവരാണെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അങ്ങനെ പെട്ടെന്ന് പാത്രം കഴുകലും ഗ്യാസ് സ്റ്റൗ തുടയ്ക്കലും കൗണ്ടർ ടോപ്പ് വൃത്തിയാക്കലും എല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ കിച്ചൺ അങ്ങനെ ടിപ്പ് ടോപ്പ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആളെ ഇങ്ങനെ എടുത്തോണ്ടുള്ള ക്ലീനിങ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ്, വേറെ രക്ഷയില്ല. ആളാണെങ്കിൽ തോളയിൽ ഉറങ്ങാനായിട്ട് കയറി കൂടിയേക്കുക. എത്രയൊക്കെ ഇനി പറഞ്ഞിട്ടും കാര്യമില്ല കേട്ടോ. അതിനിടയ്ക്ക് ഞാൻ പാട്ട് പാടി നോക്കണുണ്ട്. പതുക്കെ കണ്ണൊന്ന് അടയുവാണെങ്കിൽ ഇക്കാനെ ഏൽപ്പിച്ചിട്ട് എനിക്ക് സ്വസ്ഥമായിട്ട് എൻ്റെ പണികൾ ചെയ്യാമല്ലോ എന്നോർത്ത്. ഓൾറെഡി നമുക്കിങ്ങനെ വയ്യായിക്ക് ഇരിക്കുമ്പോൾ മക്കളും കൂടെ ഇങ്ങനെ തുടങ്ങിയ എന്താണല്ലേ ചെയ്യണേ. രാത്രി വേറെ ഒരു നിവർത്തിയില്ല കേട്ടോ. പിന്നെ രാത്രിത്തെ പാത്രങ്ങൾ എത്ര വയ്യെങ്കിലും കഴുകാതെ കിടക്കാനായിട്ട് എൻ്റെ മനസ്സിങ്ങനെ അനുവദിക്കില്ല കേട്ടോ. അതിൻ്റെ പിന്നിൽ ഒരു സൈക്കോളജിയും കൂടെ ഉണ്ട്. സൈക്കോളജി എന്ന് വേണമെങ്കിൽ പറയാം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ചെറുപ്പം മുതൽക്ക് കേൾക്കണ ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിനെ ഭയങ്കരമായിട്ട് സ്വാധീനിക്കും എന്ന് പറയണ പോലെ ചെറുപ്പത്തിൽ എൻ്റെ വല്യാപ്പായും വല്യമ്മായൊക്കെ ഇങ്ങനെ പറയേ. അപ്പോൾ വീട്ടിൽ പാത്രമൊക്കെ കഴുകാതെ
കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ രാവിലെ നമ്മളിപ്പോൾ മരിച്ചു പോവുകയാണെങ്കിൽ വീടൊക്കെ ആകെ അഴുക്കായിട്ട് കിടക്കില്ലേ, രാത്രിത്തെ ഉറക്കത്തിൽ ഉണരുമെന്ന് നമുക്കൊരു പ്രതീക്ഷയില്ലല്ലോ. നമ്മളെപ്പോഴും ഇങ്ങനെ അങ്ങനെയൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇത് ചെയ്തുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കും കേട്ടോ, ഇനി രാത്രി നമ്മൾ രാവിലെ എങ്ങാനും ഉണർന്നില്ലെങ്കിൽ അയ്യോ, പാത്രങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിച്ചതിൻ്റെ എച്ചി പാത്രങ്ങളല്ലേ, അതങ്ങനെ കിടക്കുമ്പോൾ മോശമല്ലേ, പിന്നെ മൊത്തത്തിൽ വീടിനൊരു ഐശ്വര്യക്കേടാണ്. അങ്ങനെയൊക്കെ കേട്ട് തഴമ്പിച്ചുകൊണ്ടായിരിക്കാം വേറെ ഒരു പണി ചെയ്തില്ലെങ്കിലും പാത്രങ്ങൾ എത്രയും പെട്ടെന്ന് കഴിവെക്കാനായിട്ട് ഞാൻ ശ്രദ്ധിക്കും കേട്ടോ. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്, പാത്രങ്ങൾ ഒരു പരിധി കൂടുതൽ സിങ്കി കിടന്നു കഴിയുമ്പോൾ എനിക്ക് തന്നെ കഴുകാൻ മടിയാവും കേട്ടോ. എന്തോ ഒരു ബുദ്ധിമുട്ടാണ് അതങ്ങനെ ക്ലീൻ ചെയ്യാനായിട്ട്. അങ്ങനെ കുറേ നേരം അവളെ എടുത്തുകൊണ്ട് തന്നെ എൻ്റെ കൗണ്ടർ ടോപ്പിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു കേട്ടോ. പിന്നെ എനിക്ക് തന്നെ കൈ വേദന എടുത്തിട്ട് വയ്യ, പിന്നെ തുണിയൊന്നും അലമ്പാനായിട്ടും പറ്റണില്ല. എന്നാൽ എന്തായാലും അവളെ 1-2 സോപ്പൊക്കെ ഇട്ട് പയ്യെ കൗണ്ടർ ടോപ്പിലേക്ക് ഒന്ന് നിർത്തിയേ. ആൾ 1-2 വട്ടം ഒന്ന് ചിണുങ്ങുകയൊക്കെ ചെയ്തു. അത് ഞാനങ്ങ് മൈൻഡ് ചെയ്യാതെ തിരിഞ്ഞിരുന്ന് എൻ്റെ പണികളിലേക്ക് അങ്ങ് കടന്നു എന്ന് പറയാം കേട്ടോ. അവളെ നോക്കുമ്പോഴാണല്ലോ അവൾ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കണേ. രാത്രിയായാലും ഈ മഴയത്ത് എന്നോടൊക്കെ ഇപ്പം കയറി കിടക്കാൻ പറഞ്ഞാൽ ഞാൻ എപ്പോൾ കയറി കിടന്നുറങ്ങിയെന്ന് വെച്ചാൽ മതി. പക്ഷെ എൻ്റെ മക്കൾ മാത്രം മഴയായാലും ചൂടായാലും ഉറക്കത്തിനോട് അവർക്ക് എന്തോ വിരോധം പോലെയാണ് കേട്ടോ. പകലും ഉറങ്ങില്ല, രാത്രി ഉറങ്ങില്ല, എന്താണല്ലേ. രാവിലെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കൂട്ടുകാരൊക്കെ ഇങ്ങനെ പറയും, ഞങ്ങൾ മക്കളെ രാവിലെ എഴുന്നേൽപ്പിക്കാനായിട്ട് കിടന്ന് പെടാപ്പാട് വിടുകയെന്ന് പറയുമ്പോൾ ഞാൻ അത്ഭുതം ഓർക്കും കേട്ടോ. കാരണം എനിക്ക് ആ ഒരു കാര്യത്തിൽ മാത്രം ഇന്ന് വരെ എൻ്റെ മക്കളെയും കൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. മൂത്ത മോളാണെങ്കിലും മോനാണെങ്കിലും ഇപ്പം ഈ കുഞ്ഞുമണികളാണെങ്കിലും കേട്ടോ, സുബഹി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തന്നെ എഴുന്നേറ്റോളും, ഞാൻ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ ഏറ്റവും ലേറ്റായിട്ട് എഴുന്നേൽക്കുന്ന ആൾ ചിലപ്പോൾ ഞാനായിരിക്കും കേട്ടോ. ഞാൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് എഴുന്നേൽക്കുന്ന ആളാണ് എൻ്റെ മക്കൾ. അതുപോലെ തന്നെ രാവിലെ എഴുന്നേൽക്കുന്ന ആളാണ് കേട്ടോ ഇക്കായും. എന്തൊരവസ്ഥയാണെന്ന് നോക്കണേ. അതുകൊണ്ട് രാവിലെ സ്കൂളിൽ പോകാനായിട്ട് എഴുന്നേൽപ്പിക്കാൻ വൈകി എന്നുള്ള ഒരു പരാതി എൻ്റെ മക്കൾ എന്നെയും കൊണ്ട് പറയിപ്പിക്കുകയില്ല കേട്ടോ. അങ്ങനെ ഒരു പ്രകാരം കൗണ്ടർ ടോപ്പിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ എൻ്റെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് കടക്കുവാണ് കേട്ടോ ക്ലീനിങ്. അതിനിടയ്ക്ക് അവിടെ തൂക്കിയിട്ടായിരുന്ന സ്പൂണും കാര്യങ്ങളൊക്കെ എടുത്ത് കളിച്ച് അതാ സിങ്കിലേക്ക് ആക്കണ്ട കേട്ടോ. ലാസ്റ്റ് പിന്നെ എൻ്റെ ഒരു 3 മണിക്കുട്ടന്മാരുണ്ട്, അവർക്ക് കുറച്ച് വെള്ളവും കൂടെ കൊടുത്ത് ഇന്നത്തെ കിച്ചൺ ക്ലോസിങ്ങിനുള്ള സമയമായേ. അങ്ങനെ ഇന്നത്തെ ഏതായാലും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മണിക്കുട്ടന്മാർക്ക് വെള്ളവും കൊടുത്ത് നമുക്ക് പോയി കിടന്ന് ചാച്ചാം, ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ ഒരു സമയമായപ്പോഴത്തേനും എൻ്റെ മനസ്സിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സമാധാനമാണ് കേട്ടോ. ഇനി ഒന്നങ്ങ് കിടക്കാലോ. അപ്പോൾ ആദ്യത്തെ മെസ്സി കിച്ചണിൽ നിന്ന് ഇപ്പോൾ എൻ്റെ കിച്ചൺ നല്ല ടിപ്പ് ടോപ്പ് ആയിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ എന്തെന്നില്ലാത്തൊരു സമാധാനമാണ് കേട്ടോ മനസ്സിന്. ഏതൊക്കെ പണിയെടുത്താലും ഈ ക്ലീനിങ് കഴിഞ്ഞിട്ട് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാനേ പറ്റില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിൽ ഇങ്ങോട്ട് അറിയിക്കണം. വീണ്ടും നല്ല വീഡിയോയിൽ കാണും വരേക്കും ബൈ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.